ബൺമസ്കൊക്കെ കഴിച്ചോ എല്ലാവരും? എല്ലാവർക്കും അതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനല്ല, മറിച്ച് അത് വിൽക്കുന്നവരെ കുറിച്ച് പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്കി നോക്കൂ. ഒരു വിധപ്പെട്ട എല്ലാ സ്ട്രീറ്റുകളിലും നമ്മുടെ യങ് ജനറേഷനാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സാധനം നമ്മുടെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വൈറലാക്കിയതും യങ് കപ്പിൾസ് ആണ് അല്ലെ? അപ്പൊ ആ ഒരു തോട്ടിലുള്ളൊരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു ഡിഗ്രി എങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അയ്യോ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും പറ്റിയ ജോലി അല്ലാതെ നീ ഈ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും, തൽക്കാലം നിന്നെയും കൂടി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു പാരന്റിന്റെ അടുത്തുനിന്ന് വന്നവരാണ് നമ്മളൊക്കെ അല്ലെ? അപ്പൊ നമ്മളിലും ഉണ്ട് ഈ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നത്. അതിൽ നിന്നും മാറി ചിന്തിക്കുന്നവരാണ് നമ്മുടെ പുതിയ കുട്ടികൾ. അവർക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അവരെങ്ങനെയായാലും ജീവിക്കണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്ന ചിന്തയോടുകൂടി ഏത് ജോലിനും അതിന്റെ ഒരു വൈബ് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുന്ന കുട്ടികളാണ്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്, ഈ കുട്ടികളൊക്കെ ഹൈലി ക്വാളിഫൈഡ് ആണ്. അപ്പൊ ഈ ക്വാളിഫൈഡ് ആയിട്ട് ഇറങ്ങുന്ന കുട്ടികളെ അതിന് വേണ്ടുന്ന സ്കില്ല് കൊടുക്കാൻ സാധിക്കാതെ വരിക, അവരെ ഒക്യുപ്പൈ ചെയ്യാൻ മാത്രം തൊഴിലിടങ്ങൾ ഇവിടെ ഇല്ലാതെ വരിക, പിന്നെ ഒരു വിഭാഗം ആളുകളുടെ മൈഗ്രേഷൻ, ഇതൊക്കെ പുതിയ ജനറേഷൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാകുമ്പോഴും അവരുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം അത് ഭയങ്കര വലുതാണ്. ഇപ്പോൾ ഏത് ജോലിക്കും അതിൻ്റെതായ ഗുണമുണ്ടെന്ന് എപ്പോൾ കാണുമ്പോഴും പറയുന്ന ഒരു പാരൻസ് ഉണ്ട്. അപ്പൊ അവരുടെ കുട്ടി +2 കഴിഞ്ഞ സമയത്ത് അവളുടെ ഫ്രണ്ടിന്റെ അച്ഛന്റെ കടയിൽ ഒരു സൂപ്പർ മാർക്കറ്റാണ്, അവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പാരന്റ്സ് എതിർത്തു. അങ്ങനെ ഈ മോൾ എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു ആൻറ്റി ഒന്ന് സംസാരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ പാരന്റിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലില്ലേ, ആൾക്കാരെന്ത് വിചാരിക്കും ഇവളിയോ തന്നെ ഒരു പെൺകുട്ടി ആ കടയിൽ പോയി നിൽക്കുക എന്നുള്ളത്. അപ്പോൾ മൈൻഡ് സെറ്റ് എവിടെയാണ് മാറേണ്ടത്? നമ്മുടെ കുട്ടികളെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് അവരതിലൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ഒരു എന്താ പറയാ ആ ഒരു രീതിയിൽ എടുക്കാനായിട്ടൊക്കെ അവർ പഠിക്കുന്നുണ്ട്. പക്ഷെ അവരെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് നമുക്കാണ്. നമ്മളിപ്പോഴും പറയുന്നത് കുഴപ്പമില്ല, നീ വീട്ടിലിരുന്നു, നമുക്ക് പറ്റിയൊരു ജോലി വരുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റിൽ ഒരു ജോലി കിട്ടുമ്പോൾ നീ പോയാൽ മതി, നിന്നെയും നിന്റെ അടുത്ത തലമുറേനെയും പിന്നെ പറ്റുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറേനെയും കൂടി ഞാൻ നോക്കിക്കോളാം. നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് വിട്ടിട്ടുള്ള ഒരു കളിക്കൊന്നും നിൽക്കരുത് എന്നുള്ളതാണ്. കുട്ടിയുടെ മൈൻഡ് സെറ്റിനോളം വളരാനായിട്ട് നമ്മൾ പുതിയ ജനറേഷനിലേക്കൊക്കെ ഒന്ന് നോക്കുക. നമ്മൾ എല്ലാം അവിടെ നിന്ന് എടുക്കണം എന്നല്ല, പക്ഷെ പോസിറ്റീവായിട്ടുള്ളതിനെ പോസിറ്റീവായിട്ട് തന്നെ ഇങ്ങോട്ട് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.